ഹായ് കുട്ടികളെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വിങ്സ് അക്കാദമിയുടെ ക്യാപ്സ്യൂൾ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സുവോളജിയുടെ +1 സുവോളജിയുടെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബയോമോളിക്യൂൾസുമായിട്ടാണ്. അപ്പൊ എല്ലാവർക്കും അറിയാലോ, എല്ലാവർക്കും ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, എന്താണ് ടീച്ചറെ എന്നാണ് ചോദിക്കുന്നത് എല്ലാവരും. കാരണം അതിൽ നമുക്ക് സാധാരണ സുവോളജി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ അനിമൽസിനെയും കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ അതിനിടയ്ക്ക് എന്താണ് കുറച്ച് കെമിസ്ട്രി കൂടി വരുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ എല്ലാവരും എന്തിനാ അവസാനം പഠിക്കാം എന്ന് വെച്ചിരിക്കുന്ന ഒരു ചാപ്റ്റർ ഒക്കെയാണ് ബയോമോളിക്യൂൾസ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ടീച്ചറെ ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല, ഞങ്ങൾ ലാസ്റ്റ് പഠിച്ചോളാം എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ബയോമോളിക്യൂൾസ് വലിയ എടുത്താപ്പം മൊത്തം ചാപ്റ്റർ ഒന്നല്ല, നല്ല സിമ്പിൾ ചാപ്റ്റർ ആണ്. ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യാ, നമ്മൾ ഈ ക്ലാസ് വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തായിരിക്കും അതിലത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പഠിച്ചു കഴിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ ആർക്കും. നല്ല കുട്ടികളായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് ഒക്കെ കേൾക്കുക. അതേപോലെ ആൻസേഴ്സ് ഒക്കെ എഴുതിയെടുക്കുക, ക്വസ്റ്റ്യനും ആൻസേഴ്സ് ഒക്കെ എഴുതിയെടുക്കുക, അങ്ങനെ പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ, അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ ബയോമാക്രോമോളിക്യൂൾ? എന്താണ് ഈ ബയോമാക്രോമോളിക്യൂൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം എന്താണ് ബയോമോളിക്യൂൾ എന്ന് അറിയണം അല്ലെ. എന്താണ് ഈ ബയോമോളിക്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബയോമോളിക്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ദ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ഇൻ എ ലിവിംഗ് ടിഷ്യൂ അല്ലെ. അതായത് ഒരു ലിവിംഗ് ഓർഗാനിസം അല്ലെങ്കിൽ ലിവിംഗ് ടിഷ്യൂലുള്ള എന്താണ് കാർബൺ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളെ, തന്മാത്രകളെ അല്ലെ. മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തന്മാത്രകളാണ് അല്ലെ. ഇവിടെ കാർബൺ അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബയോമോളിക്യൂൾസ് അല്ലെ. ജീവനുള്ള വസ്തുക്കളെ ആയതുകൊണ്ട് തന്നെ അതിന് എന്തെന്ന് പറയാം, ബയോ മോളിക്യൂൾസ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നോക്കിയേ, അപ്പൊ എന്താണ് വാട്ട് ഈസ് മീൻ ബൈ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ബയോമാക്രോ മോളിക്യൂൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ബയോമോളിക്യൂൾ രണ്ടായിട്ട് തിരിക്കണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എന്ത് ചെയ്യാം, ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്യാം, അതിനുശേഷം ആൻസറിലേക്ക് വരാം കേട്ടോ. ഓക്കെ, നോക്കിയേ, അപ്പൊ നോക്കിയേ, ബയോമോളിക്യൂളിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ബയോ മൈക്രോ മോളിക്യൂൾസും ബയോ മാക്രോ മോളിക്യൂൾസും. അതിന്റെ ഡിഫറൻസ് അങ്ങോട്ട് പഠിക്കാം. എന്താണ്, they have molecular weight around 18 to 800 daltons. അതായത് നമ്മുടെ ബയോ മൈക്രോ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ചെറുതെന്നാണ് അർത്ഥം അല്ലെ. മൈക്രോ ഓർഗാനിസം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ മോളിക്കുലാർ വെയിറ്റ് എത്രയേ ഉള്ളൂ, 18 to 800 ഡാൽട്ടൺസ് വരെ വരുന്നവരാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈക്രോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ. അടുത്ത നോക്കിയേ, മാക്രോ മോളിക്യൂൾസ് ഗ്രേറ്റർ ദാൻ 10,000 ഡാൽട്ടൺ. അവരുടെ വെയിറ്റ് എത്രയാണ്, 10,000 ഡാൽട്ടൺസിനേക്കാളും കൂടുതലായിരിക്കും. അടുത്ത നോക്കിയേ, ആസിഡ് സോല്യൂബിൾ, അവരെന്താണ്, ആസിഡ് സോല്യൂബിൾ ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ മാക്രോ ആണെങ്കിൽ എന്താണ്, ആസിഡ് ഇൻസോല്യൂബിൾ, ആസിഡിലൊന്നും എന്ത് ചെയ്യല, ലയിക്കില്ല അല്ലെ, സോല്യൂബിൾ അല്ല. അതേപോലെ പ്രസന്റ് ഇൻ ഫിൽട്രേറ്റ്, ഇവിടെ പ്രസന്റ് ഇൻ റെട്ടന്റേറ്റ്. ഫിൽട്രേറ്റ് നമുക്കറിയാം അല്ലെ, അരിച്ച് കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞാല്. മൈക്രോ ആയതുകൊണ്ട് തന്നെ അരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ആ ഒരു ലിക്വിഡിൽ കലർന്നല്ലേ, സോല്യൂബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫിൽട്രേറ്റിലായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവരെ കാണപ്പെടുന്നത്. അതേപോലെ റെട്ടന്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളിപ്പോ ചായ ഇരിച്ചെന്ന് വിചാരിക്കുക അല്ലെ. ചായയുടെ ആ പൊടി എവിടെ കിടക്കും, നമ്മുടെ അരിപ്പര മുകളിലും അതേപോലെ താഴെ എന്തായിരിക്കും, ഫിൽട്ടർ ആയിരിക്കും കിട്ടുക. അപ്പൊ താഴത്തോളനല്ലേ നമ്മൾ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. മുകളിൽ ആ ചായ അരിപ്പയിൽ കിടക്കണ സാധനത്തിന് നമ്മൾ എന്ത് വിളിക്കുക, റെട്ടന്റേറ്റ് എന്ന് പറയും. അതേപോലെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇവരെന്ത് ചെയ്യും, ആസിഡ് ഇൻസോല്യൂബിൾ ആയതുകൊണ്ട് തന്നെ ആ ഫിൽട്രേറ്റ് പേപ്പറിന് മുകളിലായിട്ടായിരിക്കും ഈ പറഞ്ഞ മാക്രോ മോളിക്യൂൾസിനെ കാണപ്പെടുന്നത്. നമുക്ക് എക്സ്പെരിമെന്റ് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ, പറഞ്ഞുതരാം കേട്ടോ. നോക്കിയേ, എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. മൈക്രോ മോളിക്യൂൾസിന് എക്സാമ്പിൾസ് ആണ് അമിനോ ആസിഡ്, മോണോസാക്കറൈഡ്സ്, ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിയോടൈഡ്, ഫാറ്റി ആസിഡ്സ് ഒക്കെ. നോക്കിയേ, ഇത് ഒരെണ്ണം പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, മാക്രോ മോളിക്യൂൾസിന്റെ എക്സാമ്പിൾ എഴുതാനായിട്ട് പറ്റും. നോക്ക്, അമിനോ ആസിഡുകൾ കൂടി ചേർന്നാൽ എന്തായിട്ട് മാറും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രോട്ടീൻസ് ആവും. അപ്പൊ അമിനോ ആസിഡ്സ് എന്താണ്, മൈക്രോ മോളിക്യൂൾസ് ആണെങ്കിൽ അതിന്റെ മാക്രോ മോളിക്യൂൾസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ. അതേപോലെ മോണോസാക്രൈഡുകൾ കൂടി ചേർന്നാൽ എന്തായി മാറും, പോളിസാക്രൈഡ് ആയിട്ട് മാറി. അതുപോലെ ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിയോടൈഡ് ഇതൊക്കെ കൂടി ചേർന്നാൽ എന്തായിട്ട് മാറി, ന്യൂക്ലിക് ആസിഡ്. 2 ന്യൂക്ലിക് ആസിഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെയാണ്, DNA-യും RNA-യും. ഈ DNA RNA എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. ഫാറ്റി ആസിഡ് കൂടി ചേർന്നാൽ എന്തായി മാറും, ലിപ്പിഡ് ആയിട്ട് മാറും. അപ്പൊ ഇത് അതേപോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചു വെച്ചാൽ മതി ഡിഫറൻസ്. ഓക്കെ,
നമുക്ക് ആ എക്സ്പെരിമെന്റ് ഒന്ന് നോക്കാം കേട്ടോ. ടീച്ചർ പറഞ്ഞു ഫിൽട്രേറ്റ് റെട്ടിന്റെ എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതാണ് അനാലിസിസ് ഓഫ് കെമിക്കൽ കോമ്പോസിഷൻ ഇൻ എ ടിഷ്യൂ. എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു എക്സ്പെരിമെന്റ് പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം എന്ത് ചെയ്യണേ, ഗ്രൈൻഡ് എ ലിവിംഗ് ടിഷ്യൂ അല്ലെ, വെജിറ്റബിളോ അല്ലെങ്കിൽ പീസ് ഓഫ് ലിവറോ എന്ത് വേണമെങ്കിലും എടുക്കാം. ആ പറഞ്ഞ ഒരു പീസ് ലിവിംഗ് ടിഷ്യൂവിനാണ് വേണ്ടത്. ലിവിംഗ് ടിഷ്യൂവിന് എടുത്തിട്ട് എന്ത് ചെയ്യണം, ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, അതായത് അരക്കണം, ഗ്രൈൻഡ് ചെയ്യണം. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു തിക് സ്ലറി, ഒരു കട്ടിയേറിയ ഒരു കൊഴുപ്പ് കിട്ടും അല്ലെ, ഒരു പദാർത്ഥം കിട്ടും. കണ്ടാ ഈ മോട്ടോർ പിസ്റ്റൾ ഉപയോഗിച്ച്, ഇതാണ് നമ്മുടെ ഇതാണ്, ഇത് ഉപയോഗിച്ചിട്ട് എന്താ ഇവിടെ ഉപയോഗിച്ച് അവരെന്താണ്, ലീഫാണ്, നമുക്ക് ലിവർ എടുക്കാം. ഒരു ലിവിംഗ് ടിഷ്യൂ ആയാൽ മതി. അതിനെന്ത് ചെയ്യുക, ട്രൈക്ലോറാസിറ്റിക് ആസിഡ് ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം, അരയ്ക്കും. എന്നിട്ട് ഒരു തിക് സ്ലറി, ഒരു പദാർത്ഥം കിട്ടും, ഒരു ദ്രാവകം കിട്ടും. നോക്കിയേ, അതിനെന്ത് ചെയ്യാണ്, സ്ട്രെയിൻ ത്രൂ ചീസ് ക്ലോത്ത് ഓർ കോട്ടൺ. കണ്ട ഒരു തുണി വെച്ചിട്ട്, കണ്ട കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ ചീസ് ക്ലോത്തോ വെച്ചിട്ട് എന്ത് ചെയ്യണം, അതിനെ സ്ട്രെയിൻ ചെയ്യണം, അരിക്കുകയാണ്. അരിക്കുമ്പോൾ നമുക്ക് രണ്ട് പദാർത്ഥങ്ങൾ കിട്ടും. ഒന്ന് ഫിൽട്രേറ്റ്, ആ താഴെ കിട്ടുന്ന എന്താണ്, ഫിൽട്രേറ്റ് ആണ്. അതെന്തായിരിക്കും, അവിടെയുള്ള ആൾക്ക് എന്തായിരിക്കും, ആസിഡ് സോലിബിൾ പൂൾ എന്ന് വിളിക്കും. അതില് ആ ആസിഡ് അലിഞ്ഞു ചേർന്നിട്ടുള്ള ആളുകളായിരിക്കും അതിൽ ഉണ്ടാവുക. അടുത്ത നോക്കിയാൽ റെട്ടൻറ്റേറ്റ്. റെട്ടൻറ്റേറ്റ് എന്ന് പറയുമ്പോൾ ഈ തുണിയില് മുകളിലായിട്ട് കിട്ടുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, റെട്ടൻറ്റേറ്റ് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും, ആസിഡ് ഇൻസോലിബിൾ, ആസിഡിൽ അലിയാത്ത ആൾക്കാരായിരിക്കുമല്ലോ ആ മുകളിൽ കിടക്കുന്നത് അല്ലെ, അതാണ് ആസിഡ് ഇൻസോലിബിൾ. അപ്പൊ നോക്കിയേ, ഫിൽട്രേറ്റ് ആസിഡ് സോലിബിൾ പൂളില് ആരായിരിക്കും ഉണ്ടാവുക, മൈക്രോ മോളിക്യൂൾസ് ആയിരിക്കും. വെയിറ്റ് മറ്റേ എന്താ പറയാ, നമ്മുടെ മോളിക്കുലാർ വെയിറ്റ് കുറവായിട്ടുള്ള ആളുകളായിരിക്കും ഫിൽട്രേറ്റിൽ ഉണ്ടാവുക. റെട്ടൻറ്റേറ്റിൽ എന്തായിരിക്കും, ആസിഡ് ഇൻസോലിബിൾ അല്ലേ, അതായത് വെയിറ്റ് കൂടിയ ആളുകളായിരിക്കും എന്തില്ല, റെട്ടൻറ്റേറ്റിൽ ഉണ്ടാവുക. അപ്പൊ ഇതാണ് എക്സ്പെരിമെന്റ്. സിമ്പിൾ ആണ്, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് ചോദിച്ചാൽ തന്നെ എഴുതാവുന്നതാണ് കേട്ടോ. അപ്പൊ ഹെഡിങ് നോക്കി വെക്കുക, അനലൈസിസ് ഓഫ് കെമിക്കൽ കോമ്പോസിഷൻ ഇൻ ടിഷ്യൂ. ടിഷ്യൂലുള്ള കെമിക്കൽ കോമ്പോസിഷൻ കണ്ടെത്താനായിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഡിഫറൻസ് പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ നോക്കാം അല്ലെ. വാട്ട് ഈസ് മീൻ ബൈ ബയോ മാക്രോ മോളിക്യൂൾ അല്ലെ, 1 മാർക്കിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര എഴുതിയാൽ മതി. ബയോ മാക്രോ മോളിക്യൂൾസ് ആർ ദ മോളിക്യൂൾസ് ഹാവിംഗ് മോളിക്കുലാർ വെയിറ്റ് ഗ്രേറ്റർ ദാൻ 10,000 ഡാൽട്ടൺ എന്നൊക്കെ പറയാം കേട്ടോ. 10,000 ഡാൽട്ടൺസിന് മുകളിലുള്ള ആൾക്കാരൊക്കെ എന്തെന്ന് പറയും നമ്മള്, ബയോ മാക്രോ മോളിക്യൂൾസ് എന്ന് പറയും. അടുത്ത ചോദ്യം, മെൻഷൻ ദ 3 ഫണ്ടമെന്റൽ ബയോ മാക്രോ മോളിക്യൂൾസ്. നമുക്ക് പറഞ്ഞൂടെ, മാക്രോ മോളിക്യൂൾസ് നമ്മൾ പഠിച്ചാണല്ലേ, നേരത്തെ എക്സാമ്പിൾസ് കണ്ടാണ് അല്ലെ. പ്രോട്ടീൻസ് ഉണ്ട്, പോളിസാക്കറൈഡ്സ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ട്, ലിപ്പിഡുകൾ ഉണ്ട്. ഇതൊക്കെ എന്താണ്, മാക്രോ മോളിക്യൂൾസിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ അത് കഴിഞ്ഞു. നോക്കിയേ, നമ്മള് അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്, ബേസിക് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ്സ് ഗ്ലൈസിൻ, സെറൈൻ. അതായത് അമിനോ ആസിഡിന്റെ ബേസിക് സ്ട്രക്ചർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ബാക്കി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 2 ടൈപ്സ് ഓഫ് അമിനോ ആസിഡിന്റെ പേരാണ് ഗ്ലൈസീനും സെറൈനും. അവരെ സ്ട്രക്ചർ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വരും എക്സാമിന് വരും, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നോക്കിയേ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, അമിനോ ആസിഡ്സ് അല്ലെ. അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദേ ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത് ആരെ ചേർത്ത് വെച്ചുകൊണ്ടാണ്, അമിനോ ആസിഡുകളെ ഉപയോഗിച്ച്. അമിനോ ആസിഡുകളെ ചേർത്തിട്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്, പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അമിനോ ആസിഡിന്റെ ബേസിക് സ്ട്രക്ചർ ആദ്യം നമ്മൾ പഠിക്കണം. അമിനോ ആസിഡിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും, ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും, NH2 കണ്ടാ, ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും. അതേപോലെ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് COH, ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും. അതേപോലെ ഹൈഡ്രജൻ ഉണ്ടാവും. പിന്നെ ആരുണ്ടാവും, ഒരു വേരിയബിൾ, ഒരു അമിനോ ഗ്രൂപ്പ്, ഒരു കാർബോക്സിൽ ഗ്രൂപ്പ്, ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. പിന്നെ എന്താണ്, ഇതാണ് എന്ത്, വേരിയബിൾ R. ഇതാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതില് 3 ടൈപ്സ് അമിനോ ആസിഡ്സിന്റെ പേര് നമുക്ക് പഠിക്കാനുണ്ട്. 3 ഉണ്ട്, അലാനിൻ ഉണ്ട്, സെറൈൻ ഉണ്ട്, ഗ്ലൈസീൻ ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് അമിനോ ആസിഡ്. ആ 3 ടൈപ്പ് അമിനോ ആസിഡ് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ സ്ട്രക്ചർ വരയ്ക്കുന്ന വെച്ചാല്, ബാക്കി ഈ പറഞ്ഞ ഈ അമിനോ ഗ്രൂപ്പോ കാർബോക്സിൽ ഗ്രൂപ്പോ ഹൈഡ്രജനോ മാറൂല. ആര് മാത്രമേ അവിടെ മാറി വരുള്ളൂ, അതായത് വേരിയബിൾ R മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അമിനോ ആസിഡിന്റെ പേരും മാറും. നോക്കിയേ, നമുക്ക് പഠിക്കാം. നമുക്ക് ഗ്ലൈസീനും സെറൈനോട് വരയ്ക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ബേസിക് സ്ട്രക്ചർ പഠിച്ചു വെക്കാം. ബേസിക് സ്ട്രക്ചർ അമിനോ ആസിഡിന്റെ പഠിച്ചു വെക്കുക. പിന്നെ ആറിന്റെ ഭാഗം മാത്രം മാറ്റി കൊടുത്താൽ മതിയല്ലേ അല്ലെ. നോക്കാം, പേരുകൾ നോക്കാം, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോക്കിയേ, ആറിന്റെ സ്ഥാനത്ത് ഹൈഡ്രജൻ H വരികയാണെങ്കിൽ അവിടെ ആര് വരും, അതിന്റെ പേരാണ് ഗ്ലൈസീൻ. അമിനോ ആസിഡിന്റെ പേരെന്താണ്, ഗ്ലൈസീൻ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാം എന്തായാലും ചോദിക്കും, ഇത് പഠിച്ചു വെക്കണം. അടുത്ത നോക്കിയേ, CH3. ആറിന്റെ സ്ഥാനത്ത് CH3 വന്നാൽ അതിന്റെ പേരെന്തായി, അലാനിൻ. എന്താണ്, അലാനിൻ ആയി. ഇനി ആറിന്റെ സ്ഥാനത്ത് CH2OH വരികയാണെങ്കിൽ അതെന്താണ്, സെറീൻ. ഏതാണ്, സെറീൻ. അങ്ങനെ 3 ടൈപ്പ് അമിനോ ആസിഡ്സ് ആണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ആ 3 ടൈപ്പ് നിങ്ങൾ വരച്ച് പഠിക്കുക. ബേസിക് സ്ട്രക്ചർ അറിഞ്ഞു വെച്ചാൽ R മാത്രം മാറ്റി കൊടുത്താൽ മതി. ഓക്കെ.
അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് രണ്ട് സ്ട്രക്ചർ കിട്ടിയില്ലേ, ഗ്ലൈസിനും സെറൈനും കിട്ടി, അലാനിനും പഠിച്ചു വെക്കുക കേട്ടോ. നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ. ലിപ്പിഡ്സ് ആർ നോട്ട് സ്ട്രിക്ട്ലി ബയോ മാക്രോ മോളിക്യൂൾ. വൈ? നമ്മൾ പറഞ്ഞു ലിപ്പിഡ്സ് എവിടെയാ കിടക്കുന്നത്? ലിപ്പിഡ്സ് ബയോ മാക്രോ മോളിക്യൂളിലാണ് എന്ത് ചെയ്യുന്നത്? ലിപ്പിഡ്സ് കിടക്കുന്നത് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സാമ്പിൾ പഠിച്ചു ലിപ്പിഡ്സ് ബയോ മാക്രോ മോളിക്യൂളാണ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യം എന്താണ്? ലിപ്പിഡ്സ് സ്ട്രിക്ട്ലി ബയോ മാക്രോ മോളിക്യൂൾ അല്ല. കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മോളിക്യുലാർ വെയിറ്റ്, അതായത് ഈ ലിപ്പിഡ്സിന്റെ മോളിക്യുലാർ വെയിറ്റ് ശരിക്കും എത്രയാണ്? 800 ഡാൽട്ടൺ ഒന്നും കടക്കില്ല. 800 ഡാൽട്ടൺ ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ ലിപ്പിഡിന്റെ വെയിറ്റ്. പക്ഷേ എന്നിട്ടും അതെന്താണ് മാക്രോ മോളിക്യൂൾ ഇരിക്കുന്നത്? 800 ഡാൽട്ടണിലുള്ളവരൊക്കെ മാക്രോ മോളിക്യൂൾ ആണ് വരാ? അല്ല അല്ലെ, മൈക്രോയിലാണ് കിടക്കേണ്ടത്. പക്ഷെ ഇവിടെ ലിപ്പിഡ് വലിയ ആളായിട്ട് എവിടെ കയറി കിടക്കാണ്? മാക്രോ മോളിക്യൂൾ കിടക്കാണ്. അപ്പൊ എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം under acid insoluble fraction വരാൻ കാരണം ബിക്കോസ് വെൻ വി ഗ്രൈൻഡ് എ ടിഷ്യൂ, അതായത് നമ്മളിപ്പോ എക്സാമ്പിൾ പറയാം, അതായത് ആ ഒരു ലീഫിന്റെ ടിഷ്യൂ, ലിവറിന്റെ ടിഷ്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൈൻഡ് ചെയ്ത് അരയ്ക്കും. അരച്ചപ്പോ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അതായത് സെൽ മെംബ്രെയിനോ ആൻഡ് അതർ മെംബ്രെയിൻസ് ആർ ബ്രോക്കൺ. അതായത് ഈ പറഞ്ഞ ലിവിങ് ടിഷ്യൂവിന്റെ സെൽ മെംബ്രെയിനിലൊക്കെ എന്തുണ്ട്? ലിപ്പിഡ്സ് ഉണ്ട് അല്ലെ. ലിപ്പിഡ്സോട് ഫാറ്റി ആസിഡോടൊക്കെ നിർമ്മിച്ചിരിക്കുന്നതാണ് സെൽ മെംബ്രെയിൻ, ലിപ്പിഡ്സ്. അപ്പൊ ഈ ലിപ്പിഡ്സ് എന്ത് ചെയ്യണ്? ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അതിന്റെ മെംബ്രെയിൻ പൊട്ടുകയാണ്. സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യണ്? ബ്രോക്കൺ ചെയ്യണ്. അവര് ബ്രോക്കൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതിങ്ങനെ നിന്നിരുന്ന ആൾക്കാരാണ് കേട്ടാ സെൽ മെംബ്രെയിൻ. ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇതിങ്ങനെ നിന്നിരുന്ന ആൾക്കാരാണ്. ഇതാണ് ഒരു സെൽ മെംബ്രെയിൻ. ലിപ്പിഡ്സിന്റെ അറേഞ്ച്മെന്റ് ഇങ്ങനെയാണ്. ഹെഡ് റീജിയനും ടെയിൽ റീജിയനും. അപ്പൊ ഇതൊരിക്കലും ആസിഡ് സോലുബിൾ അല്ല. അത് നമുക്കറിയാലോ. ഇപ്പൊ വെളിച്ചെണ്ണൊക്കെ വെള്ളത്തിന്റെ മുകളിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ കലരും ഇല്ല, മുകളിൽ ഇങ്ങനെ കിടക്കൂലേ. അപ്പൊ ഇതെന്താണ്? ഇങ്ങനെ കിടന്നിരുന്ന. അപ്പൊ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ എന്താണ്? ഇവരെ ബോണ്ടുകൾ എന്ത് ചെയ്യണം? പൊട്ടുകയാണ്. ഇവരെ ബോണ്ടുകൾ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ടെയിലിന് എന്താണ്? ടെയിലിന് വെള്ളത്തിന് ഒട്ടും ഇഷ്ടമല്ല ടെയിലിന്. അപ്പൊ ഇവരെന്താണ്? ഇവര് ടെയിലിനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യും? ഇതേപോലെ വെസിക്കിൾസ് ആയിട്ട് എന്ത് ചെയ്യും? നിൽക്കും. അങ്ങനെ വെസിക്കിൾസ് ആയിട്ട് എന്ത് ചെയ്യും? മാറും. അപ്പൊ എന്ത് ചെയ്ത് ഇതിന്റെ സൈസ് മാറി അല്ല, ആദ്യം സൈസായി. വെയിറ്റ് കൂടിയല്ലാട്ടോ പറയുന്നത്, വെയിറ്റ് കൂടി എന്നല്ല പറയുന്നത്, സൈസ് എന്ത് ചെയ്ത് ലാർജർ ആയിട്ട് മാറി. ഇപ്പൊ നമ്മൾ അതിലൂടെ അരിച്ചു കഴിഞ്ഞാൽ ഇത് ആ പറഞ്ഞ ക്ലോത്തിന്റെ ഉള്ളിൽ കൂടെ പോരുവോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് അതിന് എന്തായിട്ട് മാറ്റിയിരിക്കുന്നത്? ബയോ മാക്രോ മോളിക്യൂൾസ് ആയിട്ട് മാറ്റിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെന്ത് വെസിക്കിൾസ് ആയിട്ട് അത് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ലിപ്പിഡ്സ് എന്താണ്? ബയോ മാക്രോ മോളിക്യൂൾസ് അല്ല. അതുപോലെ ആസിഡ് ഇൻസോല്യൂബിളും ആണ് കേട്ടോ. ആസിഡ് ഇൻസോല്യൂബിൾ ആയതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്? ബയോ മാക്രോ മോളിക്യൂളിൽ കിടത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനും ആൻസറും അതേപോലെ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഐഡന്റിഫൈ ദ സ്ട്രക്ചർ ബി, ഹൗ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം എ ആൻഡ് ബി. നമുക്ക് 3 സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്, എ ബി സി. ഇതില് നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ബി തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി തിരിച്ചറിയുക. ബി എങ്ങനെയാണ് എയും സിയും തമ്മിലുള്ള, അതായത് ബി എങ്ങനെയാണ് എയും സിയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഇരിക്കുന്നത്? എന്തായിരിക്കും? ഇത് നോക്കിയേ, നമ്മുടെ ബേസിക് സ്ട്രക്ചർ തന്നെയാണ്. പക്ഷെ ഇവിടെ നോക്കിയേ, നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും കണ്ടു കഴിഞ്ഞാൽ എന്ത് എഴുതണം? അത് ഏത് ഫോം ആയിരിക്കും? ദാറ്റ് ഈസ് സ്വിറ്റർ അയോണിക് ഫോം ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡിന്റെ സ്വിറ്റർ അയോണിക് ഫോം ആണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോസിറ്റീവും നെഗറ്റീവും കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു അമിനോ ആസിഡിൽ തന്നെ 2 ചാർജസ് ഉണ്ടെങ്കിൽ, പോസിറ്റീവോ നെഗറ്റീവോ രണ്ടിലും ഉണ്ടെങ്കിൽ, ആസിഡിന്റെയും ബേസിന്റെയും ക്യാരക്ടർ കാണിക്കുകയാണെങ്കിൽ അതാണ് എന്തെന്ന് പറഞ്ഞാൽ സ്വിറ്റർ അയോണിക് ഫോം. എങ്ങനെ ഡിഫറെന്റ് ആയി? ഹൗ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം എ ആൻഡ് ബി എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഇൻ ദിസ് ബോത്ത് അമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ് ആർ അയണൈസ്ഡ്. രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ 2 ഗ്രൂപ്പും അയണൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ആദ്യത്തെ ഗ്രൂപ്പിൽ നോക്കിയേ, ആദ്യത്തേൽ ആര് മാത്രമാണ്? നോക്കി, അമിനോ ഗ്രൂപ്പ് മാത്രമല്ല. ഇവിടെ പോസിറ്റീവ് ചാർജ് വരുന്നതിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് കാർബോക്സിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ഈ ഒരു അമിനോ ആസിഡിൽ നോക്കിയേ, ഈ ഒരു അമിനോ ആസിഡിൽ എന്താ ചെയ്യുന്നത്? 2 ചാർജും പ്രസന്റ് ആണ്, ഡൈപോളാർ ആണ്. 2 ചാർജും ഉള്ളത് കൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വിറ്റർ അയോൺസ്. അപ്പൊ എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്ത് പറയണം? 2 ഗ്രൂപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ അയണൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് സ്വിറ്റർ അയോൺ എന്ന് നോക്കാം. എന്താണ്? എ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഓഫ് അമിനോ ആസിഡ് ഈസ് ദ അയണൈസബിൾ നാച്ചർ ഓഫ് അമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്സ്. കാർബോക്സിൽ ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പിന്റെയും പർട്ടിക്കുലർ നാച്ചർ, അയണൈസബിൾ ആവാനായിട്ടുള്ള പർട്ടിക്കുലർ നാച്ചർ, ആ ഒരു എബിലിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ആ പ്രോപ്പർട്ടിനെയാണ് സ്വിറ്റർ അയോൺ എന്ന് പറയുന്നത്. ഇൻ ദ സൊല്യൂഷൻസ് ഓഫ് ഡിഫറെന്റ് pH, അതായത് pH മാറുന്നതിനനുസരിച്ച്, അതായത് നമ്മുടെ അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യും. pH മാറുന്നതിനനുസരിച്ച് അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നോക്കി, ആദ്യത്തേല് നമുക്ക് നോക്കുകയാണ്.
അതായത് ഇതൊരു ആസിഡിക് ബേസിലാണ്. ഈ അമിനോ ആസിഡിനെ ആസിഡിക് ബേസിലാണ് വെച്ചിരിക്കുന്നത് വിചാരിക്കുക. ആസിഡിക് ബേസിലാണെങ്കിൽ എന്ത് ചെയ്യും, ഈ H+ എന്ത് ചെയ്യുന്നുണ്ട്, അമിനോ ഗ്രൂപ്പ് എടുക്കണം. NH2 ആയിരുന്ന അതെന്തായി മാറും, NH3+ ആയിട്ട് മാറും. അതായത് NH2 ആയിരുന്നു അല്ലെ, NH2 ഇത് മാത്രം ഞാൻ എഴുതണുള്ളൂ. NH2 ആയിരുന്നു, ആസിഡിക് ഗ്രൂപ്പിലാവുമ്പോ അവിടെ എന്തുണ്ടാവും, H+ ഉണ്ടാവും അല്ലെ. ഈ H+ ഈ ഗ്രൂപ്പ് മേടിച്ച് എന്തായി മാറും, NH3+ ആയിട്ട് മാറി. ഇവിടെ എന്ത് ചെയ്തു, പ്ലസ് ആയിട്ട് മാറി. ഏത്, ആസിഡ് ബേസിൽ ആസിഡ് സൊല്യൂഷനിൽ വെച്ച് കഴിഞ്ഞാൽ. ഇനി അടുത്ത pH നോക്കിയേ, ബേസിൽ വെച്ചെന്ന് വിചാരിക്കാം. ബേസിൽ വെക്കുമ്പോ എന്ത് സംഭവിക്കും, അതായത് ഇവിടെ H ഉണ്ടായിരുന്നു, COOH ആയിരുന്നില്ലേ. ഈ H എന്ത് ചെയ്യാണ്, പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ എന്തായി മാറി, COO-. അതാണ് ഇവിടെ COO- വന്നത്. ഇനി ഒരു ഐസോ ഇലക്ട്രിക് പോയിന്റിൽ വെക്കണം, അതായത് ഒരു എന്താ പറയാ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ വെച്ച് കഴിഞ്ഞാല് അവിടെ എന്ത് സംഭവിക്കും, ഇവിടെ നിന്ന് H പുറത്തേക്ക് പോരുകയും പുറത്തേക്ക് പോരുന്ന ആ H നെ തന്നെ ആര് സ്വീകരിക്കും, ഈ അമിനോ ഗ്രൂപ്പ് സ്വീകരിക്കും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും വരും. അതായത് ഒരു അമിനോ ആസിഡിൽ തന്നെ പോസിറ്റീവും നെഗറ്റീവ് ചാർജസ് വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്വിറ്റർ അയോണിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഈ പിക്ചർ അടക്കം പഠിച്ചു വെച്ചോളണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഗിവൺ. ഇത് 1 മാർക്ക് ചോദ്യം. നോക്കിയേ, മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ അനിമൽ വേൾഡ്. നമ്മൾ അനിമൽ വേൾഡിലെ ഏറ്റവും അബണ്ടന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയണം, ദാറ്റ് ഈസ് കൊളാജൻ എന്ന് പറയണം. അടുത്ത നോക്കിയേ, മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ഹോൾ ബയോസ്ഫിയർ. തെറ്റരുത് കേട്ടോ, അനിമൽ വേൾഡ് ചോദിച്ചാൽ കൊളാജനും, ഹോൾ ബയോസ്ഫിയർ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ കാണണമെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് റുബിസ്കോ. റുബിസ്കോയുടെ ഫുൾ ഫോം എഴുതാനായിട്ട് ചോദിക്കും. ദാറ്റ് ഈസ് റൈബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്നാണ് പറയുന്നത്. ബിസ്ഫോസ്ഫേറ്റ് കേട്ടോ, സോറി, ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. എഴുതി പഠിക്കുക കേട്ടോ, കിട്ടണമെന്നില്ല എന്നുണ്ടെങ്കിൽ. അടുത്ത നോക്കിയേ, 2 ആരോമാറ്റിക് അമിനോ ആസിഡ്. ആരോമാറ്റിക് അമിനോ ആസിഡ്സിന്റെ പേരുകൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരോമാറ്റിക് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് നമുക്ക് തിരിച്ചറിയാനായിട്ട്. നമ്മൾ നേരത്തെ അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ പറഞ്ഞില്ലേ, ആറിന്റെ അവിടെ മാറി വരും എന്ന് പറഞ്ഞില്ലേ. അതായത് വേരിയബിളിന്റെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ റിംഗ് ബെൻസീൻ റിങ്ങുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആരോമാറ്റിക് അമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നമുക്ക് എക്സാമ്പിൾസ് മാത്രം പഠിച്ചാൽ മതിയാവും കേട്ടോ, പേരുകൾ മാത്രം പഠിച്ചാൽ മതി. നോക്കി ഏതൊക്കെയാണ്, ഫീനൈൽ അലാനിൻ, ടൈറോസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഇത് 3 ഇതിൽ പഠിക്കാനുള്ളത്, ആരോമാറ്റിക് അമിനോ ആസിഡ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അടുത്ത ചോദ്യം നോക്കിയേ, ഐഡന്റിഫൈ ദ ഫോളോയിങ് നൈട്രജൻ ബേസസ്. 2 നൈട്രജൻ ബേസ് എന്നിട്ട് പടമാണ് തന്നിരിക്കുന്നത്. നമുക്ക് A, B തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേജിൽ കുറെ പിക്ചേഴ്സ് ഉണ്ട്. ആ പിക്ചേഴ്സും അതിന്റെ പേരുകളും പഠിക്കണം, അത് ചോദിക്കും. അതാണ് ടെക്സ്റ്റിലത്തെ പിക്ചേഴ്സ് നോക്കിയാൽ മതി നിങ്ങൾ കേട്ടോ. ആ ടെക്സ്റ്റിലത്തെ പിക്ചേഴ്സ് ആണ് എപ്പോഴും എന്തെങ്കിലും തന്നിട്ട് അതിന്റെ പേര് എഴുതാനായിരിക്കും ചോദിക്കുക. കൂടുതൽ വരയ്ക്കാനൊന്നും ചോദിക്കാറില്ല, പക്ഷേ പിക്ചർ തന്നിട്ട് അതിന്റെ പേര് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കി വെക്കണം. നോക്കിയേ, 2 നൈട്രജൻ ബേസുകൾ തന്നിട്ടുണ്ട്. A, B. A ഏതാണ്, അഡിനിൻ ആണ് കേട്ടോ. ഇതെന്താണ്, A എന്താണ്, അഡിനിനും, B എന്താണ്, യുറാസിലുമാണ്. ഓക്കെ, റൈറ്റ് ദെയർ ന്യൂക്ലിയോസൈഡ്സ്. ഇതിന്റെ ന്യൂക്ലിയോസൈഡ്സിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, എന്താണ് ഈ ന്യൂക്ലിയോസൈഡ്സ് എന്നൊക്കെ അറിയണം അല്ലെ. ആദ്യം ന്യൂക്ലിയോസൈഡ് അറിയണമെങ്കിൽ ആദ്യം ആരറിയണം, ന്യൂക്ലിക് ആസിഡ്സ് എന്താണെന്ന് അറിയണം. എന്താണ് ന്യൂക്ലിക് ആസിഡ്, 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ട്, DNA-യും RNA-യും. DNA ഫുൾ ഫോം എന്താണ്, ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡും RNA ഫുൾ ഫോം എന്താണ്, റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA ഷുഗറിന്റെ പേരെന്താണ്, DNA ഷുഗറിന്റെ പേരാണ് ഡിയോക്സി റൈബോസ്. RNA ഷുഗറിന്റെ പേരെന്താണ്, റൈബോസ്. DNA എത്ര സ്ട്രാൻഡുകൾ ഉണ്ട്, ഈ പിക്ചർ നോക്ക്, DNA 2 സ്ട്രാൻഡ് ഉണ്ട്, RNA ആണെങ്കിൽ ഒരൊറ്റ സ്ട്രാൻഡേ ഉള്ളൂ അല്ലെ. ഇനി DNA നൈട്രജൻ ബേസസുകൾ ഏതൊക്കെയാണ്, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. RNA നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ്, അഡിനിൻ, തൈമിൻ വരുമോ, ഇല്ല, യുറാസിൽ, സൈറ്റോസിൻ, ഗ്വാനിൻ. ഓക്കെ, ഇതാണെന്ന് പറഞ്ഞാൽ ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ എന്താണ് നൈട്രജൻ ബേസുകൾ? 2 ടൈപ്പ് നൈട്രജൻ ബേസുകൾ ഉണ്ട്. നമ്മൾ വെറും നൈട്രജൻ ബേസ് ആണ് പഠിച്ചു വന്നിരുന്നത് അല്ലെ. പക്ഷെ നമ്മൾ +1 എത്തിയപ്പോ എന്തായത്, നൈട്രജൻ ബേസ് 2 ടൈപ്പ് ഉണ്ടെന്ന് പഠിക്കാൻ തുടങ്ങി. ഏതൊക്കെയാണ്, പ്യൂരിൻസും പിരിമിഡിൻസും. ഏതൊക്കെയാണ്, പ്യൂരിൻസും പിരിമിഡിൻസും. പ്യൂരിൻസ് 2 ആളുകളാണ്. പ്യൂരിൻസ് എന്ന് പറഞ്ഞാൽ 2 ഹെട്രോസൈക്ലിക് റിങ്സ് വരികയാണെങ്കിൽ 2 ഇങ്ങനെ 2 വരുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്യൂരിൻസ് എന്ന് പറയുന്നത്. ഇനി ഒരൊറ്റ ഹെട്രോസൈക്ലിക് റിംഗ് മാത്രമാണ് വരുന്നതെങ്കിൽ അതിനെയാണ് പിരിമിഡിൻസ് എന്ന് പറയുന്നത്. പിരിമിഡിൻസ്. പ്യൂരിൻസിൽ 2 ആൾക്കാർ വരും. ആരൊക്കെയാണ് നോക്കിയേ, അഡിനിനും ഗ്വാനിനും. അഡിനിനും ഗ്വാനിനും ഏതിൽ വരുന്നവരാണ്, പ്യൂരിൻസിൽ വരുന്നവരാണ്. പിരിമിഡിൻസ് ആണെങ്കിൽ സൈറ്റോസിൻ, തൈമീൻ, യുറാസിൻ. ഇത് 3 ഏതിൽ വരുന്നതാണ്, പിരിമിഡിൻസിലാണ് വരുന്നത്. അപ്പൊ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
അടുത്ത നോക്കിയേ, എന്താണ് ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് ദീസ് ആർ ദ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ linking of nitrogen base with sugar. ഇതാണ് നമ്മൾ സാധാരണ ഒരു ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഷുഗർ എന്ന് പറയുന്നത് അല്ലെ. കാണുന്നില്ലേ? ഇതാണ് നമ്മുടെ ഷുഗർ എന്ന് പറയുന്നത് അല്ലെ. ഇതിന്റെ മുകളിൽ ഇതേപോലെ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രജൻ ബേസ്. ഈ രണ്ടെണ്ണം മാത്രമുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ന്യൂക്ലിയോസൈഡ്. അപ്പൊ നൈട്രജൻ ബേസും ഷുഗറും മാത്രമാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കരുത്? നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ ആണ് എന്ത്? ന്യൂക്ലിയോസൈഡ്. ഓരോന്നിന്റെ പേര് പഠിക്കണം. അഡിനിന്റെ കൂടെ അഡിനിനും ഷുഗർ ആണ്. അഡിൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസ് അല്ലേ. അപ്പൊ അഡിനിനും ഷുഗറും ആണെങ്കിൽ അഡിനിന്റെ ന്യൂക്ലിയോസൈഡിന്റെ പേരാണ് അഡിനോസൈൻ. ഇനി ഗ്വാനിന്റെ ന്യൂക്ലിയോസൈഡിന്റെ പേര് ഗ്വാനോസിൻ. സൈറ്റോസിന്റെ ന്യൂക്ലിയോസൈഡിന്റെ പേര് സൈറ്റിഡിൻ. ഇനി തൈമിന്റെ ന്യൂക്ലിയോസൈഡിന്റെ പേര് തൈമിഡിൻ. ഇനി യുറാസിലിന്റെ ന്യൂക്ലിയോസൈഡിന്റെ പേരാണെങ്കിൽ യൂറിഡിൻ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. വരാറുണ്ട്, ബോക്സ് തന്നിട്ട് ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഓരോന്നിന്റെ ന്യൂക്ലിയോസൈഡിന്റെ പേര് പഠിക്കണം. ഇനി അടുത്ത നോക്കിയേ, അടുത്ത എന്താണ് ന്യൂക്ലിയോടൈഡ്? അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രജൻ ബേസും അതേപോലെ തന്നെ ഷുഗറും വരുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? നമ്മള് ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ. ആ ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ചേർന്നാൽ അതിന്റെ പേരെന്തായി? ന്യൂക്ലിയോടൈഡ് ആയി. നമുക്കറിയാം DNA RNA ഒക്കെ എന്ത് വെച്ചിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്? ന്യൂക്ലിയോടൈഡുകൾ വെച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ് അല്ലെ. അപ്പൊ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഷുഗറും നൈട്രജൻ ബേസ് ആണെന്ന് മനസ്സിലായി. അതിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ചേർന്നാൽ എന്തായി മാറി? അതാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ. ന്യൂക്ലിയോടൈഡ് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു ഷുഗർ, ഒരു നൈട്രജൻ. ഇതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂക്ലിയോ ടൈഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഓരോന്നിന്റെ പേര് പഠിക്കണം. നൈട്രജൻ ബേസ്, ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡും ന്യൂക്ലിയോസൈഡും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ എഴുതാൻ കിട്ടണം. ഓക്കെ, നോക്കിയേ, അഡിനിന്റെ ന്യൂക്ലിയോ ടൈഡിന്റെ പേരാണ് അഡിനിലിക് ആസിഡ്. ഗ്വാനിന്റെ ന്യൂക്ലിയോ ടൈഡിന്റെ പേര് ഗ്വാനിലിക് ആസിഡ്. സൈറ്റോസിൻ ആണെങ്കിൽ സൈറ്റിഡിലിക് ആസിഡ്. തൈമിൻ ആണെങ്കിൽ തൈമിഡിലിക്. യുറാസിലാണെങ്കിൽ യൂറിഡിലിക്. പറഞ്ഞ് പഠിക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഈ ഒരു ബോക്സ് ട്ടാ, ഈ ഒരു ബോക്സ് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ ട്ടാ. നിങ്ങൾക്ക് ഇതേപോലെ ചിലപ്പോൾ ഫില്ല് ചെയ്യാനായിട്ടൊക്കെ തരും. ഓക്കെ, ഓരോന്നിന്റെയും നൈട്രജൻ ബേസിന്റെ ന്യൂക്ലിയോസൈഡിന്റെ പേരും ന്യൂക്ലിയോടൈഡിന്റെ പേരും ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വരും. അത് പഠിച്ചു വെക്കുക. ഓക്കെ, നമ്മൾ ആൻസർ പറഞ്ഞതല്ലേ നേരത്തെ? നേരത്തെ പേര് പറഞ്ഞാണല്ലേ. ഓക്കെ, ന്യൂക്ലിയോസൈഡ് ഓഫ് അഡിനിൻ. അഡിന്റെ ന്യൂക്ലിയോസൈഡിന്റെ പേര് അഡിനോസൈനും അതേപോലെ ന്യൂക്ലിയോസൈഡ് ഓഫ് യൂറാസിലിന്റെ പേര് യൂറിഡിനും. ആ ബോക്സ് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടാ. ആ ബോക്സ് പഠിച്ചാൽ മതി. ഈ ഒരു ബോക്സ് പഠിച്ചാൽ മതി കേട്ടോ. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നത്. അടുത്ത നോക്കിയേ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, എന്തായാലും പഠിക്കേണ്ടതായിട്ടുള്ള ചോദ്യമാണ്. നോക്കിയേ, ഐഡന്റിഫൈ ദ ലെവൽ ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ ഇൻ ദ ഗിവൺ ഡയഗ്രാം. ഇവിടെ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? ഒരു പ്രോട്ടീന്റെ സ്ട്രക്ചർ ആണ് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതേത് സ്ട്രക്ചർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? നെയിം 2 ലെവൽസ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ വിച്ച് ആർ നോട്ട് 3 ഡയമെൻഷണൽ. 3 ഡയമെൻഷണൽ അല്ലാത്ത പ്രോട്ടീന്റെ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഗിവൻ എക്സാമ്പിൾ ഫോർ പ്രോട്ടീൻ ഹാവിംഗ് ക്വാട്ടേണറി സ്ട്രക്ചർ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇനി ക്വാട്ടേണറി സ്ട്രക്ചർ ഉള്ള ഒരു പ്രോട്ടീന്റെ പേരും എന്തുകൊണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? എന്താണ് ആൻസർ പറയണേക്കാൾ മുമ്പ് നമുക്ക് പ്രോട്ടീൻസ് നോക്കാം. പ്രോട്ടീൻസ് ആർ പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്സ് അല്ലെ, വിച്ച് ആർ ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ് ബോണ്ട് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ പോളിമർ ആണ് എന്തെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ അല്ലെ. അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്താൽ കിട്ടുന്നത് എന്തോ അതിനെയാണ് നമ്മൾ പോളിമർ എന്ന് പറയുന്നത്. അപ്പൊ അമിനോ ആസിഡിന്റെ പോളിമർ ആണ് എന്തെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ. പ്രോട്ടീൻസ് ആർ ഫോംഡ് ബൈ ഡിഫറെന്റ് അമിനോ ആസിഡ്. ഒരൊറ്റ അമിനോ ആസിഡ് ചേർത്തിട്ടാണോ പ്രോട്ടീൻ നിർമ്മിക്കുന്നത്? അല്ല അല്ലെ, ഒന്നിൽ കൂടുതൽ അമിനോ ആസിഡുകളെ ചേർത്ത് നിർത്തിയിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രോട്ടീനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ദേ ആർ ഹെട്രോപോളിമേഴ്സ്. അവിടെ അങ്ങനെ ഒരു ചോദ്യം വരാം. വൈ പ്രോട്ടീൻ ആർ നോൺ ആസ് ഹെട്രോപോളിമേഴ്സ് എന്ന് ചോദിച്ചാൽ ഗിവ് റീസൺ. കാരണം എഴുതാനൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇത് എഴുതാം അല്ലെ. പ്രോട്ടീൻസ് ആർ ഫോംഡ് ബൈ ഡിഫറെന്റ് അമിനോ ആസിഡ്സ്. അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഹെട്രോപോളിമേഴ്സ് എന്ന് വിളിക്കുന്നു. സ്ട്രക്ചേഴ്സ് 4 സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ സ്ട്രക്ചർ ആണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയും. നോക്കിയേ, ഹിയർ ദ അമിനോ ആസിഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ ലൈൻ. ഇവിടെ എന്താണ് അമിനോ ആസിഡ്സ് എങ്ങനെ അറേഞ്ച് ചെയ്ത്? ഒരു ലൈൻ പോലെ അല്ലെ, നിവർത്തി വെച്ച ഒരു ലൈൻ പോലെ വരിവരിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി സ്ട്രക്ചർ. സിമ്പിൾ ആണ് പ്രൈമറി സ്ട്രക്ചർ, അത്രേ ഉള്ളൂ അത് പിടിക്കാൻ. ഞാൻ അടുത്ത നോക്കിയ സെക്കൻഡറി സ്ട്രക്ചർ.
സെക്കൻഡറി സ്ട്രക്ചർ ദേ ഈ ഒരു പിക്ചർ കണ്ടാൽ കിട്ടിയിരിക്കണം കേട്ടോ. നോക്കി എന്താണ്, ഇഫ് ദ പോളിപെപ്റ്റൈഡ് ഈസ് കോയിൽഡ് ഇൻ എ ഹെലിക്സ്, അതായത് ഒരു കോയിൽ പോലെ അല്ലെ, ഒരു റിവോൾവിംഗ് ചെയർ പോലെ, ഒരു സ്പ്രിങ് പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലീറ്റഡ് ഷേപ്പ് ആണെങ്കിൽ, ഇതിങ്ങനെ പ്ലീറ്റഡ് ഷേപ്പ് ആണെങ്കിൽ കേട്ടോ, ഇങ്ങനെ പ്ലീറ്റഡ് ഷേപ്പ് ആണെങ്കിലൊക്കെ അതിന്റെ സ്ട്രക്ചറിന്റെ പേരെന്താണ്? ദാറ്റ് ഈസ് സെക്കൻഡറി സ്ട്രക്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും 3 ഡയമെൻഷൻ അല്ല. പ്രൈമറിയും സെക്കൻഡറി എന്താണ്? 3 ഡയമെൻഷൻ അല്ല, 3D ഇമേജ് അല്ല കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ ടെർഷറി സ്ട്രക്ചർ. ടെർഷറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ the protein chain is folded upon itself like a hollow woolen ball. കണ്ടാ, ഇതെന്താണ്? ഇതേപോലെ എനിക്ക് സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിൽ ഇതാണ് സ്ട്രക്ചർ കേട്ടോ, അതാണ് പഠിക്കേണ്ടത്. അപ്പൊ ഒരു ഹോളോ വുള്ളൻ ബോൾ, ഒരു വുള്ളൻ ബോൾ പോലെ ഇങ്ങനെ കൂടി ഒരു ഉണ്ട പോലെ ഇരിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ടെർഷറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഇത് 3D വ്യൂ തരുന്നതാണ്. അപ്പോ 3D വ്യൂ അല്ലാത്ത നമ്മൾ രണ്ടെണ്ണം പഠിച്ചു, ഏതൊക്കെയാണ്? പ്രൈമറിയും സെക്കൻഡറിയും 3D വ്യൂ അല്ല അല്ലെ. ടെർഷറി എന്താണ്? 3D വ്യൂ ആണ്. ഇനി അടുത്ത നോക്കിയേ, നാലാമത്തെ സ്ട്രക്ചർ ആണ് എന്ത്? ക്വാട്ടേണറി സ്ട്രക്ചർ. ക്വാട്ടേണറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 2 ടെർഷറി കൂടി ചേർന്നാൽ എന്തോ അതാണ് ക്വാട്ടേണറി അല്ലെ. ഒരു വുള്ളൻ ബോൾ പോലെ ഇരിക്കണാണ് എന്ത്? ടെർഷറി. അങ്ങനത്തെ ഒരെണ്ണം കൂടി ചേർത്ത് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ കൂടി ചേർന്നാൽ അതെന്താവും? ക്വാട്ടേണറി സ്ട്രക്ചർ ആവും. ഓക്കെ, അതിന് എക്സാമ്പിൾസ് പഠിക്കുന്നത് ഹീമോഗ്ലോബിൻ, അതിന്റെ പറഞ്ഞിരിക്കുന്നത് കേട്ടാ. ഹീമോഗ്ലോബിൻ കൺസിസ്റ്റ് ഓഫ് 4 സബ് യൂണിറ്റ്. ഹീമോഗ്ലോബിൻ അങ്ങനെ 4 ടെർഷറികൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. നോക്കിയേ, 2 ആൽഫയും 2 ബീറ്റ ചെയിനും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇത് ക്വാട്ടേണറി സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ അത് കിട്ടൂലേ? അതാണ് നമ്മൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ നമുക്കൊന്ന് നോക്കിയാലോ. ആൻസർ എന്താണ് ചോദിച്ചിരുന്നത്? നോക്കിയേ, ആദ്യം എന്താണ് ചോദിച്ചിരുന്നത്? ഐഡന്റിഫൈ ദ ലെവൽ ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ. ഏത് സ്ട്രക്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ ഏത് സ്ട്രക്ചർ ആണത്? അത് നമ്മുടെ ടെർഷറി സ്ട്രക്ചർ ആണെന്ന് പറയാം അല്ലെ. ഞാൻ അടുത്ത് നോക്കിയേ, 2 ലെവൽസ് വിച്ച് ആർ നോട്ട് 3 ഡയമെൻഷണൽ. 3D അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3D അല്ലാത്തത് ഏതാണ്? പ്രൈമറിയും സെക്കൻഡറിയും ആണ്. മൂന്നാമത്തെ എന്തായിരുന്നു? നമ്മുടെ ക്വാട്ടേണറി സ്ട്രക്ചറിനെ എക്സാമ്പിൾ കൊടുക്കുക, ജസ്റ്റിഫൈ ചെയ്യുക. എന്താണ്? അഡൽറ്റ് ഹീമോഗ്ലോബിൻ ആണ് എന്ത് ചെയ്തിട്ടുണ്ട്? അത് 4 സബ് യൂണിറ്റ് ഉണ്ട് അല്ലെ, 2 ആൽഫയും 2 ബീറ്റയും. അതുകൊണ്ടാണ് അതെന്ത് ക്വാട്ടേണറി സ്ട്രക്ചർ ആയിട്ടുള്ളത്. ഇനി അടുത്ത നോക്കിയേ, അടുത്ത നമുക്ക് പറയാനായിട്ട് അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. നോക്കിയേ, ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻസ്. ഇത് ചോദിക്കും, എക്സാമിന് ചോദിക്കും, ഉണ്ടാവും. എന്താണ് ഫങ്ഷൻസ്? പ്രോട്ടീൻസിന്റെ ഫങ്ഷൻസ് ചോദിച്ചാൽ എന്ത് പറയണം? കുറെ പ്രോട്ടീൻസിന്റെ പേരാണ്. ഇതൊക്കെ പ്രോട്ടീനുകളും ഇതിന്റെ വെവ്വേറെ ഫങ്ഷൻസ് ആണ്. ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ആണ്. നോക്കിയേ, കൊളാജൻ നമ്മൾ പറഞ്ഞു, അനിമൽ വേൾഡില് ഏറ്റവും കൂടുതലായിട്ടുള്ള അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന പ്രോട്ടീന്റെ പേര് എന്താണ്? കൊളാജൻ ആണ് അല്ലെ. അതിന്റെ ഫങ്ഷൻ എന്താണ്? ആക്ട് ആസ് ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസസ് അല്ലെ. അതായത് 2 സെല്ലുകള് അതിന്റെ ഇടയിലായിട്ട് ഒരു ഗ്രൗണ്ട് സബ്സ്റ്റൻസ് പോലെ ആക്ട് ചെയ്യുന്നതാണ് കൊളാജൻ. നമ്മൾ കൊളാജൻ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ എന്താ പറയാ, ബ്യൂട്ടി പ്രൊഡക്ട്സിലൊക്കെ അല്ലെ കൊളാജൻ അടങ്ങിയിട്ടുള്ള ക്രീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്താണ് കൊളാജൻ? അപ്പൊ നമ്മുടെ സെല്ലുകളെ ടൈറ്റ് ആയിട്ട് നിർത്തണം അല്ലെ. ഗ്രൗണ്ട് സബ്സ്റ്റൻസ് അല്ലേ 2 സെല്ലുകളുടെ ഇടയിലുള്ളത്. നമുക്ക് കുറച്ച് പ്രായമാകുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് സ്കിൻ വലിയാനായിട്ട് തുടങ്ങൂല. അപ്പൊ എന്താണ് ഈ കൊളാജൻ എന്ത് ചെയ്യും? കുറയുന്നത് മൂലമാണ് എന്ത് ചെയ്യുന്നത്? ആ സ്കിന്നൊക്കെ എന്ത് ചെയ്യുന്നത്? അങ്ങനെ വലിയുന്നത്. ഓക്കെ, അപ്പൊ സെല്ലുകളെ ഇടയിൽ അവരെ അറ്റാച്ച് ചെയ്ത് നിർത്താനായിട്ട് അല്ലെങ്കിൽ അവരെ ഒരു ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് ഇതെന്ന് പറഞ്ഞാൽ കൊളാജൻ എന്ന് പറഞ്ഞാൽ. അടുത്ത നോക്കിയാൽ ട്രിപ്സിൻ. ട്രിപ്സിൻ എന്താണ്? എൻസൈം ആണ്. അപ്പൊ എൻസൈംസ് എന്താണ്? പ്രോട്ടീൻ ആണ്. എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീനുകളാണ് കേട്ടോ. അടുത്ത നോക്കിയാൽ ഇൻസുലിൻ. ഇൻസുലിൻ എന്തായിട്ട് ആക്ട് ചെയ്യും? ഹോർമോൺ ആണ്. അതേപോലെ ആന്റിബോഡി എന്ന് പറയുമ്പോൾ ഫൈറ്റ് അഗൈൻസ്റ്റ് ഇൻഫെക്ഷ്യസ് ഏജന്റ്. ഇൻഫെക്ഷ്യസ് ഏജന്റ്സിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് എന്ത്? ആന്റിബോഡി എന്ന് പറഞ്ഞാൽ. ഗ്ലൂട്ടഫോർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ചെയ്യണ സെല്ലിലേക്ക് ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് ഇത് ഗ്ലൂട്ടഫോർ എന്ന് പറഞ്ഞാൽ. അടുത്തത് ഫൈബ്രിനോജൻ. നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ എന്താണ്? ബ്ലഡ് കൊയാഗുലേഷൻ കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് ഇത് ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞാൽ. അടുത്ത റിസപ്റ്റർ ആണ്. സെൻസറി റിസപ്ഷൻ, നമ്മുടെ സ്മെല്ല്, ടേസ്റ്റ്, അതുപോലെ സ്കിൻ, ഇവിടെയൊക്കെ എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ സ്റ്റിമുലസിനൊക്കെ റിസീവ് ചെയ്യാനായിട്ടുള്ള റിസപ്റ്റേഴ്സ്, അവരൊക്കെ എന്താണ് ബേസിസ്? അതൊക്കെ ബേസിക്കലി എന്തായിരിക്കും? പ്രോട്ടീനുകളാണ്. അപ്പൊ എന്താണ്? കുറെ പ്രോട്ടീൻസും അതിന്റെ ഫങ്ഷൻസും ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ. ഇത് പഠിച്ചു വെച്ചോ, ഇതില്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. നോക്കിയേ, ഒരു സ്കീമാറ്റിക് എൻസൈമാറ്റിക് റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത് കേട്ടാ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് SP എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് S എന്ന് പറഞ്ഞാൽ? S എന്താണ്? സബ്സ്ട്രേറ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് നോക്കാം? എന്താണ് എൻസൈംസ് എന്ന് നോക്കാം. എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് വിച്ച് ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻസ്. അതായത് ബയോകെമിക്കൽ റിയാക്ഷൻസിലെ അവരെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകളാണ് എന്ത് പറഞ്ഞാൽ എൻസൈംസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. കാണില്ല അല്ലെ, റെഡ് കൊണ്ട് എഴുതാം. ഇത്
നോക്കിയേ, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. എന്താണ്? എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആണ്. നമ്മൾ പ്രോട്ടീൻസ് പഠിച്ചപ്പോ ഒരു ഡിഫറെന്റ് പ്രോട്ടീൻ ആണ് ഏതെന്ന് പറഞ്ഞാൽ എൻസൈംസ് പഠിച്ചില്ലേ? എല്ലാ പ്രോട്ടീനുകളും എന്താണ്? എല്ലാ എൻസൈംസും എന്താണ്? പ്രോട്ടീൻ ആണ്. പക്ഷേ എല്ലാ പ്രോട്ടീനും എൻസൈം ആണോ? അല്ല. നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? പലതരത്തിലുള്ള പ്രോട്ടീൻസ് പഠിച്ച്. അല്ലാണ്ട് എല്ലാം എൻസൈം ആണ് പഠിച്ചതല്ല. എൻസൈംസ് ഒക്കെ എന്തായിരിക്കും? പ്രോട്ടീൻ ആണ്. പക്ഷെ എല്ലാ പ്രോട്ടീനും എന്തല്ല? എൻസൈംസ് അല്ല കേട്ടോ. നോക്കിയേ, അടുത്ത് നോക്കിയേ, എൻസൈംസ് ആർ സ്പെസിഫിക്. എൻസൈംസ് എന്താണ്? സ്പെസിഫിക് ആണ്. കാരണം ഓരോ എൻസൈമിനും എന്തുണ്ട്? അതിൻ്റെതായ സബ്സ്ട്രേറ്റ് ഉണ്ട്. ആ സബ്സ്ട്രേറ്റിനെ മാത്രമായിട്ട് അതിന് ബൈൻഡ് ചെയ്യുള്ളൂ. അല്ലാതെ എല്ലാവരെയും കയറി എന്ത് ചെയ്യില്ല? ബൈൻഡ് ചെയ്യില്ല. അടുത്ത് നോക്കിയേ, റൈബോസൈം. ഈ ഒരു ടേം പഠിച്ചു വെച്ചോ, 1 മാർക്ക് ചോദ്യം. എന്താണ് റൈബോസൈംസ്? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RNA that behave like enzymes. എൻസൈംസ് ആയിട്ട് RNA ആണ് അവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ എൻസൈമിന്റെ പേരാണ് എന്ത്? റൈബോസൈംസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എൻസൈംസ് ഫോം ടെർഷ്യറി സ്ട്രക്ചർ വിത്ത് സം സർവീസസ് പോക്കറ്റ്സ് ഉണ്ടാവും. സർവീസ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ്സ് കോൾഡ് ആക്റ്റീവ് സൈറ്റ് ഇൻ ടു വിച്ച് സബ്സ്ട്രേറ്റ് ഫിറ്റ്സ്. അതായത് ഈ എൻസൈംസിന് എന്തുണ്ട്? ഈ സബ്സ്ട്രേറ്റിന് വന്നിരിക്കാനായിട്ട് അവിടെ എന്തുണ്ട്? അവിടെ എന്ത്? ആക്റ്റീവ് സൈറ്റുകൾ ഉണ്ട്, കുറെ പോക്കറ്റ്സ്. ഈ പറഞ്ഞ സബ്സ്ട്രേറ്റിന് വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട് എൻസൈമിനായിട്ട്. അവന്തിന് വന്നിരിക്കാനായിട്ട് കുറെ പോക്കറ്റുകൾ ഉണ്ട്. അതിനാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ, എൻസൈം നോക്കിയേ, ഒരു ലോക്ക് ആൻഡ് കീ അല്ലെങ്കിൽ കീ ആൻഡ് ലോക്ക് സിസ്റ്റം ആയിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്? നമ്മുടെ എൻസൈംസ് പ്രവർത്തിക്കുന്നത്. എൻസൈംസ് ആക്ട് വിത്ത് സബ്സ്ട്രേറ്റ് ലൈക്ക് ലോക്ക് ആൻഡ് കീ മോഡൽ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് നോക്കിയേ, ആ സ്റ്റെപ്പുകൾ ഒന്ന് നോക്കാം കേട്ടോ. സബ്സ്ട്രേറ്റ് ബൈൻഡ്സ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം. ആദ്യം എന്താണ്? E+S. E എന്ന് പറഞ്ഞാൽ എന്താണ്? എൻസൈം. S എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റ്. ആ പിക്ചർ ഒന്ന് നോക്കിയത്, ഇതാണ് E+S. അതായത് ഈ എൻസൈം, ഇതാണ് സബ്സ്ട്രേറ്റ് കേട്ടോ. ഇത് സബ്സ്ട്രേറ്റ്. ഈ എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്? സബ്സ്ട്രേറ്റ് എന്ത് ചെയ്യും? ഈ എൻസൈമിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വന്ന് അറ്റാച്ച് ചെയ്യും, ഒന്ന് ബൈൻഡ് ചെയ്യും. ആക്റ്റീവ് സൈറ്റിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യുന്നു. അടുത്തത്, this induces some changes in enzyme so that substrate is tightly bound with the active site of enzyme to form enzyme substrate complex. അങ്ങനെ രണ്ടും കൂടെ കൂടിച്ചേർന്നാൽ അതിന്റെ പേരെന്തായി മാറിയത്? ES, that is enzyme substrate complex ആയിട്ട് മാറി. അതിനുശേഷം the active site breaks chemical bonds of substrate. ഈ ആക്റ്റീവ് സൈറ്റ് എന്ത് ചെയ്യും? ഈ വന്നിരിക്കുന്ന സൈറ്റ് ഇല്ലേ, അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? സബ്സ്ട്രേറ്റിന്റെ പറഞ്ഞ കെമിക്കൽ ബോണ്ടുകൾ എന്ത് ചെയ്യും? തകർക്കും. അതിനെ എന്തായിട്ട് മാറ്റും? എന്നിട്ട് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറ്റും. ഓക്കെ, എൻസൈം സബ്സ്ട്രേറ്റും കൂടി ചേർന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആക്കി അതിനുശേഷം എൻസൈം എന്തെയും സബ്സ്ട്രേറ്റിൽ കുറെ ചേഞ്ചസ് ഒക്കെ വരുത്തും. അതിനെന്താക്കി മാറ്റും? എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആക്കി മാറ്റും. പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് പിടിച്ചു വെക്കേണ്ട കാര്യം ഉണ്ടാകില്ല, വിട്ടുകൊടുക്കാം. പ്രൊഡക്റ്റ് ആക്കുക എന്നുള്ളതാണ് അതിന്റെ പണി. അപ്പൊ നോക്കിയേ, the enzyme releases the products and free enzyme is ready to bind other molecules of the substrate. E+EP, അതായത് എന്ത് ചെയ്യും? ഇത് സെപ്പറേറ്റ് ആവും. എൻസൈമും പ്രൊഡക്റ്റും വെവ്വേറെ ആയിട്ട് മാറും. എൻസൈം പിന്നെ വേറൊരാളെ എന്ത് ചെയ്യും? കാത്തിരിക്കും ബൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്? എൻസൈം ഈ പറഞ്ഞ എൻസൈമാറ്റിക് റിയാക്ഷൻസിൽ നടക്കുന്നത്. അതൊരു ലോക്ക് ആൻഡ് കീ ആയിട്ട് ആണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം, എന്തായാലും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. നോക്കിയേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇതും കൂടെ പറഞ്ഞിട്ട് ആൻസർ പറയാട്ടാ. നോക്കിയേ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ. എൻസൈമിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആരൊക്കെയാണ് നോക്കാം കേട്ടോ നമുക്ക്. ഒന്നാമത്താണ് ടെമ്പറേച്ചറും ആൻഡ് pH. രണ്ടാൾക്കാർ, ടെമ്പറേച്ചറും ഉണ്ട് pH ഉണ്ട്. എന്താണ്? ഓൺ ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ ആൻഡ് pH the enzyme activity increase. ആദ്യമൊക്കെ എന്ത് ചെയ്യും? ടെമ്പറേച്ചറും pH ഒക്കെ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? എൻസൈമിന്റെ ആക്ഷൻ എന്ത് ചെയ്യും? നന്നായിട്ട് അങ്ങോട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ the temperature and pH at which the activity of enzyme is called maximum. അല്ലെ, ഒരു മാക്സിമം പോയിന്റ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? അത് നന്നായിട്ട് അങ്ങോട്ട് പ്രവർത്തിക്കും. ഒരു മാക്സിമം പോയിന്റ് വരെ അത് കൂടും. An increase in temperature and pH beyond the maximum level decreases its activity. ഇനി മാക്സിമം ലെവൽ കഴിഞ്ഞ് ഇതൊക്കെ ഈ ഗ്രാഫ് വെച്ച് വേണമെങ്കിൽ പറയാം കേട്ടാ. എന്താണ്? ആ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? എൻസൈം ആക്ഷനും കൂടും. കൂടി എന്ത് ചെയ്യും? ഒരു മാക്സിമം ലെവൽ ഉണ്ടായില്ല. അതായത് കൂടുന്നതിന്റെ ഒരു മാക്സിമം ആയിട്ട് ലെവൽ ഉണ്ട്. അത് കഴിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ആക്ടിവിറ്റി, അതായത് എൻസൈമിന്റെ ആക്ടിവിറ്റി കൂടില്ല. അതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ഷനിൽ ഒന്നാമത്തെ ആൾ. ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ആദ്യം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതായത് എൻസൈമിന്റെ ആക്ഷനും കൂടും. പക്ഷെ ഒരു മാക്സിമം വരെ കൂടുള്ളൂ. ആ മാക്സിമം കഴിഞ്ഞ് പിന്നെ ടെമ്പറേച്ചറോ pH കൂടി വന്നാലും ഒരു കാര്യമില്ല. എന്താണ്? എൻസൈം ആക്ഷൻ അവിടെ കൂടില്ല, കുറയുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലോ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എൻസൈം മാക്സിമം കഴിഞ്ഞ് കൂടിയാലും കുറഞ്ഞാലും എന്ത് ചെയ്യില്ല? എൻസൈം ആക്ഷൻ നടക്കൂല.
മനസ്സിലായി? ഇപ്പൊ ടെമ്പറേച്ചർ കുറഞ്ഞെന്ന് വിചാരിക്കാം. ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എൻസൈം ആക്ഷൻ നടക്കോ? ഇല്ല. എൻസൈം ടെമ്പറലി ഇനാക്റ്റീവ് ആയിട്ട് മാറും. അവിടെ ഇനാക്റ്റീവ് ആയിട്ട് മാറും. ഇനി അതല്ല കൂടിപ്പോകും, മാക്സിമത്തിൽ വിട്ട് കൂടി. അപ്പൊ മാക്സിമത്തിൽ വിട്ട് കുറഞ്ഞാലും മാക്സിമത്തിൽ വിട്ട് കൂടിയാലും അവിടെ എൻസൈം ആക്ഷൻ നടക്കില്ല. ഇനി നോക്കിയേ, മാക്സിമം വിട്ട് ഹൈ ടെമ്പറേച്ചർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വിചാരിക്കുക. അപ്പൊ എൻസൈംസ് എന്ത് ഡിസ്ട്രോയ് ബിക്കോസ് പ്രോട്ടീൻസ് ആർ ഡീനാച്ചുറഡ് ബൈ ഹീറ്റ്. അതായത് എൻസൈംസ് എന്ത് നശിച്ചു പോകും. എൻസൈംസിന്റെ ഷേപ്പ് ഒക്കെ അങ്ങോട്ട് മാറും. കാരണം ആ ഹീറ്റ് മൂലം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രോട്ടീൻസ് എന്ത് ചെയ്യും, വിഘടിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പൊ ഈ രണ്ട് ഗ്രാഫാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു വെക്കേണ്ടത്. ടെമ്പറേച്ചറിന്റെ pH-ന്റെ ഇത് രണ്ടിന്റെയും ഗ്രാഫ് സെയിം ആയിരിക്കുള്ളൂ കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെക്കുക. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഫാക്ടർ. ഇനി അടുത്ത ഫാക്ടർ നോക്കിയാൽ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. അതായത് വിത്ത് ഇൻക്രീസ് in substrate concentration, the velocity of enzymes action rises at first and reaches maximum velocity. ആദ്യം എന്ത് ചെയ്യും, കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച്, കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ എണ്ണം അല്ലെ, സബ്സ്ട്രേറ്റിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എൻസൈംസിന്റെ പ്രവർത്തനം എന്ത് ചെയ്യും, ഒരു വിധം ഇൻക്രീസ് ചെയ്യും. അങ്ങനെ അത് എന്ത് ചെയ്യും, അതിന്റെ മാക്സിമം വെലോസിറ്റിയിൽ എന്ത് ചെയ്തു എത്തും. Vmax എന്ന് പറഞ്ഞാൽ മാക്സിമം വെലോസിറ്റി എത്തി. This is not exceeded by further rise in concentration because enzyme molecules are fewer than the substrate molecules. അതായത് പിന്നെയും അങ്ങോട്ട് കൂടണം, വെലോസിറ്റി മാക്സിമത്തിലെത്തി. പക്ഷെ പിന്നെയും എന്ത് ചെയ്യുന്നുണ്ട്, ആ കോൺസെൻട്രേഷൻ കൂടിയിട്ട് കാര്യമുണ്ടാ? ഇനി ആ എൻസൈംസ് ബാക്കി ബൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇല്ല. അപ്പൊ പിന്നെ കൂടിയിട്ട് കാര്യമുണ്ടാ? ഇല്ല. അപ്പൊ ഒരു മാക്സിമം ടെമ്പറേച്ചർ വരെ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ അല്ല, മാക്സിമം വെലോസിറ്റി വരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ എൻസൈംസിന്റെ ആക്ടിവിറ്റി നടക്കുള്ളൂ. ദാറ്റ് ഈസ് നോ ഫ്രീ എൻസൈം മോളിക്യൂൾസ് ടു ബൈൻഡ് വിത്ത് അഡീഷണൽ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ്. അതായത് ഇനി വരുന്ന സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിനായിട്ട് കൂടിച്ചേരാനായിട്ട് അവിടെ ആരില്ല, സബ്സ്ട്രേറ്റ് എൻസൈംസ് ഇല്ല. ഇനി വരുന്ന സബ്സ്ട്രേറ്റുകളായിട്ട് കൂടിച്ചേരാൻ എന്തില്ല, അവിടെ എൻസൈംസുകൾ ഇല്ല. കാരണം എൻസൈംസ് ഒക്കെ എന്ത് ചെയ്ത് ഫില്ല് ചെയ്ത്. അപ്പൊ അതാണ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഗ്രാഫ് പഠിച്ചു വെക്കാട്ടോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. നോക്കിയേ, ആദ്യം സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്ത് കണ്ട, വെലോസിറ്റി കൂടി വരും. ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്ത് അവിടെ നിൽക്കണം, സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ അത് കൂടില്ല, കാരണം പിന്നെ സബ്സ്ട്രേറ്റ് വന്നിട്ട് കാര്യമില്ല, എൻസൈം ഫ്രീ ആയിട്ടുള്ള എൻസൈം അവിടെ ഇല്ല. മനസ്സിലായി? അപ്പൊ ഇതാണ് എന്ത്, Vmax. ഈ K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെലോസിറ്റി Vmax പകുതി ആകുമ്പോൾ ഈ മറ്റേ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷന്റെ വാല്യൂവിനാണ് നമ്മൾ എന്ത് പറയുന്നത്, Km വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഇനി ആൻസർ നോക്കാം. എന്താണ് നെയിം, എസ് ആൻഡ് പി. എസ് ഏതായിരുന്നു, എസ് സബ്സ്ട്രേറ്റും പി എന്തായിരുന്നു, പ്രൊഡക്റ്റ് ആണ്. റൈറ്റ് ഇൻ 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ. രണ്ടെണ്ണം പറയാനാണ് പറഞ്ഞത്. ഏതൊക്കെയുണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, pH ഉണ്ട്, കോൺസെൻട്രേഷൻ ഉണ്ട് അല്ലെ, കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. ഇതൊക്കെ എന്തിനെ ബാധിക്കുന്നതാണ്, നമ്മുടെ എൻസൈം ആക്ഷൻസിനെ ബാധിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ്. അതെന്താന്ന് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. അത് ചോദിക്കും, വിത്ത് ഗ്രാഫ് അടക്കമാണ് പഠിക്കേണ്ടത്. അടുത്ത നോക്കിയേ, ഒബ്സർവ് ദ ഗ്രാഫ് ഗിവൺ ബിലോ. ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം എന്താണ്, ഐഡന്റിഫൈ ദ ഗ്രാഫ്. ഗ്രാഫ് തിരിച്ചറിയുക. വാട്ട് ഈസ് മീൻ ബൈ ആക്ടിവേഷൻ എനർജി ആൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എനർജി. എന്താണ് ആക്ടിവേഷൻ എനർജി, എന്താണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എനർജി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. മെൻഷൻ ദ റോൾ ഓഫ് എൻസൈം ഇൻ ദിസ് പ്രോസസ്. എൻസൈമിന്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ്, ഈ ഗ്രാഫിന്റെ പേരാണ് കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി. എന്താണ് ഗ്രാഫിന്റെ പേര്, എന്താണ് കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജിനെ കുറിച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം എന്തായിരുന്നു, വാട്ട് ഈസ് മീൻ ബൈ ആക്ടിവേഷൻ എനർജി ആൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എനർജി എന്താന്ന് നോക്കാം. ദ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഡീഷണൽ എനർജി റിക്വയർഡ് ടു സ്റ്റാർട്ട് എ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഈസ് എക്സോതെർമിക് ഓർ എൻഡോതെർമിക്. ദ സബ്സ്ട്രേറ്റ് മസ്റ്റ് ഗോ ത്രൂ മച്ച് ഹയർ എനർജി സ്റ്റേറ്റ്. അതായത് ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡോതെർമിക് ആയിക്കോട്ടെ എക്സോതെർമിക് ആയിക്കോട്ടെ, ഈ രണ്ട് റിയാക്ഷൻസിൽ അതായത് സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറാനെടുക്കുന്ന ഹയർ എനർജി ലെവലിനെയാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറണ്ടേ, ആ മാറാനെടുക്കുന്ന എനർജി ലെവൽ, ഹയർ എനർജി ലെവലിനെയാണ് എന്ത് പറയുന്നത്, ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ട്രാൻസിഷൻ സ്റ്റേറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗോസ് ത്രൂ, അതായത് ഈ ആക്ടിവേഷൻ എനർജിനെയാണ് എന്ത് പറയുന്നത്, ട്രാൻസിഷൻ സ്റ്റേറ്റ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്ത നോക്കിയേ, മെൻഷൻ ദ റോൾ ഓഫ് എൻസൈം ഇൻ ദിസ് പ്രോസസ്. എന്താണ് എൻസൈംസിന്റെ റോൾ, ഈ ആക്ടിവേഷൻ എനർജിയിൽ എന്താണ് ഈ റോൾ, അല്ലെങ്കിൽ എൻസൈംസിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇൻ എ ബയോകെമിക്കൽ റിയാക്ഷൻ എൻസൈംസ് ലോവർ ദ ആക്ടിവേഷൻ എനർജി ആൻഡ് thereby increases the speed of chemical reactions. അതായത് ഇവിടെ നോക്കിയേ, കാണുമെന്ന് വിചാരിക്കുന്നു.
ആദ്യം സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറണം. എൻസൈം ഇല്ലാത്ത സമയത്ത്, വിത്തൗട്ട് എൻസൈം ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ടിവേഷൻ എനർജി എന്തായിരിക്കും, കൂടുതലായിരിക്കും കേട്ടോ. പ്രൊഡക്റ്റ് ആയി മാറുന്ന ആക്ടിവേഷൻ എനർജി കൂടുതലായിരിക്കും. കാരണം അവിടെ എൻസൈം ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ എന്ത് ചെയ്തിട്ട് ഹയർ എനർജി ലെവൽ എടുക്കണം. അതന്നെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് എനർജി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഹയർ എനർജി. ഇനി എൻസൈം വരികയാണ്. എൻസൈമിന്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ ആ ആക്ടിവേഷൻ എനർജി കുറയും. അതായത് സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കാനുള്ള സമയം കുറവുള്ളൂ കേട്ടോ. വേഗം കുറച്ചായി കണ്ട, ആക്ടിവേഷൻ എനർജി എന്ത് ചെയ്ത് കുറയ്ക്കും. അപ്പൊ ആക്ടിവേഷൻ എനർജി കുറയ്ക്കുന്ന ആളുകളാണ് ആരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻസൈംസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു ആൻസർ എന്താണെന്ന് നോക്കിയേ. In a biochemical reaction, enzymes എന്ത് ചെയ്യും, lowers the activation energy and thereby increases the speed of chemical reaction. അങ്ങനെ ആക്ടിവേഷൻ എനർജി കുറച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് ഈ കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടി കൊടുക്കുന്നത്. ഓക്കെ, അക്സലറേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The binding of specific chemicals called inhibitor shut off the enzyme activity. This is called inhibition. അതായത് നമ്മുടെ എൻസൈം ആയിട്ട് ഇൻഹിബിറ്റർ വന്ന് ബൈൻഡ് ചെയ്താൽ അവിടെ എൻസൈം ആക്ടിവിറ്റി എന്ത് ഷട്ട് ഓഫ് ചെയ്യും, അതായത് ക്ലോസ് ചെയ്യും, പിന്നെ നടക്കത്തില്ല. അപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് മീൻ ബൈ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ? എന്താണ് ഈ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഹാവ് മെഡിക്കൽ ഇമ്പോർട്ടൻസ്. അവർക്ക് മെഡിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് കാരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഈ ഇൻഹിബിറ്റർ, കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ നോക്കാം. The inhibitor closely similar to the substrate. ഈ ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ട്രേറ്റിനായിട്ട് ക്ലോസ്ലി റിസംബിൾസ് ആണ്. റിസംബിൾസ് എന്ന് പറഞ്ഞാൽ സാമ്യമുള്ള ഒരാളുകളാണ്. കണ്ടാൽ എന്ത് ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ് അല്ലെ, നമ്മള് ട്വിൻസ് എന്നൊക്കെ പറയും. അതേപോലെ കണ്ടാൽ ഒരേപോലെ തോന്നും. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയില്ല നമ്മള്. അതായത് സബ്സ്ട്രേറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇത് പറഞ്ഞാൽ ഇൻഹിബിറ്റർ. കണ്ടാൽ എന്താണ്, സബ്സ്ട്രേറ്റ് പോലെ ഇരിക്കുക, എന്നാലോ സബ്സ്ട്രേറ്റ് ആണോ, അല്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. The inhibitor closely similar to the substrate of an enzyme is called competitive. അങ്ങനെയുള്ളതിനാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. Okay, it competes with the substrate for the binding site of the enzyme. ഇവരെന്ത് ചെയ്യും, സാധാരണ ഇവിടെ നോക്കിയ എൻസൈം സബ്സ്ട്രേറ്റ് ഇൻഹിബിറ്റർ. ഓക്കെ, ഈ ഇൻഹിബിറ്ററിന് എന്താണ്, ഈ ഇൻഹിബിറ്ററിനെ നമ്മുടെ സബ്സ്ട്രേറ്റിനായിട്ട് സാമ്യമുണ്ടാ, ഇല്ല. അവരെ നമ്മൾ എന്ത് വിളിക്കും, നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. അതുമൂലം വലിയ പ്രശ്നമൊന്നുമില്ല അല്ലെ. ഇവര് സബ്സ്ട്രേറ്റിന് പോലെ സാമ്യമില്ലാത്ത റിസംബ്ലൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെ എന്ത് വിളിക്കും, നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ. പക്ഷെ ഇപ്പുറത്ത് നോക്കിയേ നിങ്ങൾ, ഇതാണ് സബ്സ്ട്രേറ്റ്, ഇത് നോക്കിയേ ഇൻഹിബിറ്റർ. ഈ ഇൻഹിബിറ്ററിന് ആരായിട്ട് സാമ്യമുണ്ട്, സബ്സ്ട്രേറ്റിനായിട്ട് എന്തുണ്ട്, സാമ്യമുണ്ട്. ശരിക്കും ഈ പറഞ്ഞ ബൈൻഡിങ് സൈറ്റിലോട്ട്, ഈ ആക്റ്റീവ് സൈറ്റിലോട്ട് ആരാണ് ബൈൻഡ് ചെയ്യേണ്ടത്, നമ്മുടെ ഈ സബ്സ്ട്രേറ്റ് ആണ് വന്ന് ബൈൻഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ആര് കേറും, അതായത് ഇയാളെ പോലെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഇൻഹിബിറ്റർ എന്ത് ചെയ്യും, ഈ ഇൻഹിബിറ്റർ വന്നിട്ട് ആരായിട്ട് ബൈൻഡ് ചെയ്യും, ഈ ആക്റ്റീവ് സൈറ്റിനായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പൊ അവിടെ ആക്ഷൻ നടക്കുമോ, എൻസൈം ആക്ഷൻ നടക്കുമോ, ഇല്ല. അങ്ങനെ എൻസൈം ആക്ഷനെ ഷട്ട് ഓഫ് ചെയ്യും, നടക്കത്തില്ല. അങ്ങനെയുള്ളവരാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കേട്ടാ, വന്ന് ബൈൻഡ് ചെയ്താൽ as a result the substrate cannot bind with the enzyme and enzyme action declines. സബ്സ്ട്രേറ്റിന് പിന്നെ വന്നിരിക്കാൻ പറ്റുമോ, ബൈൻഡിങ് സൈറ്റിൽ ആര് കയറിയിരിക്കണിപ്പ, നമ്മുടെ ഇൻഹിബിറ്റർ കയറിയിരിക്കും. അപ്പൊ പിന്നെ അവർക്ക് എന്ത് ചെയ്യില്ല, എൻസൈമിനെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. അതിന് എക്സാമ്പിൾ നോക്കിയേ, ഇൻഹിബിഷൻ ഓഫ് succinic dehydrogenase by malonate which closely resembles to the substrate succinate. അതായത് സക്സിനേറ്റ് ആണ് അവിടുത്തെ സബ്സ്ട്രേറ്റ്. സക്സിനേറ്റ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള സക്സിനേറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, റിസംബ്ലൻസ് അല്ല, മാലിനോയിറ്റ് വന്നിട്ട് ആരായിട്ട് ബൈൻഡ് ചെയ്യാണ്, സക്സിനിക് ഡീഹൈഡ്രോജിനേസ് ആയിട്ട് ബൈൻഡ് ചെയ്ത് അതിന്റെ പ്രവർത്തനം അങ്ങോട്ട് നിർത്തണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്, കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ് മേ ഹാവ് മെഡിക്കൽ ഇമ്പോർട്ടൻസ്. ഇവരെന്താണ് മെഡിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇവരെന്തായിട്ട് ഉപയോഗിക്കാം, ബാക്ടീരിയൽ പാത്തജൻസിനെ അല്ലെ, ബാക്ടീരിയൽ ആയിട്ടുള്ള രോഗാണുക്കളെ, ബാക്ടീരിയാസിനെ തടയാനായിട്ട്, അവരെ പ്രവർത്തനം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അതാണ് മെഡിക്കൽ അവരെന്താണ് യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മള് അടുത്ത നോക്കിയ എൻസൈംസിന്റെ നോമൻക്ലേച്ചർ, ക്ലാസിഫിക്കേഷൻ പഠിക്കണം, ചോദിക്കാറുണ്ട് കേട്ടാ, ചോദിക്കാറുണ്ട് എൻസൈംസിന്റെ ക്ലാസിഫിക്കേഷൻ. നോക്കിയേ, ഓക്സിഡോ റിഡക്ടേസ് അല്ലെങ്കിൽ ഡീഹൈഡ്രോജിനേസ്, ട്രാൻസ്ഫറേസ്, ഹൈഡ്രോലൈസസ്, ലൈസസ്, ഐസോമറൈസ്, ലിഗേസസ്, ഓരോന്നും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യാ, പഠിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എഴുതി പഠിക്കുക കേട്ടാ. ഇത് ഓരോന്നിന്റെയും, ഓരോ എൻസൈംസിന്റെ ഓരോ ഫങ്ഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ചിലപ്പോ ഇതേ തരുള്ളൂ നിങ്ങൾക്ക്, ഇതൊക്കെ തരും, ഇതൊക്കെ നിങ്ങൾക്ക് തരും. എന്നിട്ട് ഏത് എൻസൈം ആണ് ഇതിനെ സഹായിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ദാറ്റ് ഈസ് ട്രാൻസ്ഫറേസ്. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ.
അടുത്ത നോക്കിയേ, അടുത്ത എൻസൈംസ്. എൻസൈംസിന് രണ്ട് ഭാഗങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. നമ്മളോട് എന്താ ഐഡന്റിഫൈ എയും ബിയും ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എൻസൈംസിന് കമ്പോണൻസ് ഓഫ് എൻസൈംസ്, ചോദ്യം എന്താണ്? കമ്പോണൻസ് ഓഫ് എൻസൈംസ് ആണ് ചോദിക്കുന്നത്. എൻസൈംസിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഒന്ന് പ്രോട്ടീൻ പാർട്ടും ഒന്ന് നോൺ പ്രോട്ടീൻ പാർട്ടുമാണ്. പ്രോട്ടീൻ പാർട്ട് എ, പ്രോട്ടീൻ പാർട്ട് എയുടെ പേരെന്താണ്? ദാറ്റ് ഈസ് അപ്പോ എൻസൈം എന്നാണ് പറയുന്നത്. പ്രോട്ടീൻ പാർട്ടിന്റെ പേരെന്താണ്? ദാറ്റ് ഈസ് അപ്പോ എൻസൈം എന്ന് പറയും. ഇനി എൻസൈമിലുള്ള നോൺ പ്രോട്ടീൻ പാർട്ടിന്റെ പേരാണ് കോഫാക്ടർ. 3 കോഫാക്ടർ വരാറുണ്ട്. ഒന്നാമത്തെ കോഫാക്ടർ എന്തായിരിക്കും? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. ഏതാണ്? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയാം. വേറെ എന്താണ്? കോ എൻസൈം, മെറ്റൽ അയൺസ്. അങ്ങനെ 3 കോഫാക്ടേഴ്സ് വരാറുണ്ട്. വാട്ട് ഹാപ്പൻസ് വെൻ കോഫാക്ടർ ഇസ് റിമൂവ് ഫ്രം എൻസൈം? ഇനി ഈ പറഞ്ഞ കോഫാക്ടർ ഈ എൻസൈമിന്ന് റിമൂവ് ചെയ്യും. അതായത് എൻസൈം എന്ന് പറഞ്ഞാൽ 2 ഭാഗങ്ങളുണ്ട്, ഒന്ന് പ്രോട്ടീൻ പാർട്ടും ഒന്ന് എന്താണ്? നോൺ പ്രോട്ടീൻ പാർട്ടാണ് അല്ലെ. ഈ നോൺ പ്രോട്ടീൻ പാർട്ടിൽ നിന്ന് ഈ കോഫാക്ടർ റിമൂവ് ചെയ്യും. അവിടെ എന്താണ് സംഭവിക്കുക? എൻസൈമിന് എന്ത് സംഭവിക്കും? കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് എൻസൈം വിൽ ലോസ്. അതായത് എൻസൈമിന് പ്രവർത്തിക്കാനുള്ള കാര്യം അത് നഷ്ടപ്പെടും. അപ്പൊ ഈ കോഫാക്ടർ അതിന് സഹായിക്കുന്നു. അപ്പൊ catalytic activity of enzyme will lost when cofactor is removed from the protein part. സോറി, അതന്നെ പ്രോട്ടീൻ പാർട്ട്. അതന്നെ നോക്കിയേ ഓരോന്നിന്റെയും എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ടൈറ്റ്ലി ബൗണ്ട് ടു ഓർഗാനിക് മോളിക്യൂൾ. അവര് ടൈറ്റ്ലി ബൗണ്ട് ആയിട്ടിരിക്കുന്ന ഓർഗാനിക് മോളിക്യൂൾ, പ്രോട്ടീൻ പാർട്ടിനായിട്ട് ടൈറ്റ്ലി ബൗണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയും. നോക്കിയാൽ അതിന് എക്സാമ്പിൾ ഹീമിൻ പെറോക്സിഡേസ്. ഇനി അടുത്ത നോക്കിയേ കോഎൻസൈം. കോഎൻസൈം എന്ന് പറയുന്നത് എന്താണ്? ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾ ആണെങ്കിൽ അതെന്താണ്? അത് കോഎൻസൈം ആണ്. എക്സാമ്പിൾ നോക്കിയാൽ നിയാസിൻ ഇൻ NAD അല്ലെങ്കിൽ NADP. ഇനി അടുത്തതാണ് മെറ്റൽ അയോൺസ്. മെറ്റൽ അയോൺസ് ഇൻഓർഗാനിക് അയോൺസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറ്റൽ അയോൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ സിങ്ക്, Zn ഇൻ കാർബോക്സി പെപ്റ്റിഡേസ്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻസൈംസും അതുപോലെ എൻസൈംസിന്റെ കമ്പോണൻസ്, നോൺ പ്രോട്ടീൻ പാർട്സ്, കോഫാക്ടേഴ്സ്, കോഫാക്ടേഴ്സിലുള്ള ഭാഗങ്ങള്, അതിന്റെ എന്താണ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ബയോമോളിക്യൂൾസ് അല്ലെ. ബയോമോളിക്യൂൾ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? അയ്യോ ഭയങ്കരം എന്ന് പറയില്ലേ. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട സാധനങ്ങളാണ് ടീച്ചർ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല പറഞ്ഞത്, ഇത് എന്തായാലും വരും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളും കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എക്സ്ട്രാ ചോദ്യങ്ങളായിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ടീച്ചർ ഇട്ട് തരാം. ഓക്കെ, അപ്പൊ എന്തായാലും നിർബന്ധമായിട്ടും ഈ കുട്ടികൾ ഈ വീഡിയോ കണ്ട് നല്ല വൃത്തിക്ക് പഠിക്കുക. ബയോമോളിക്യൂൾ സിമ്പിൾ പാഠമാണ്, വലിയ നമ്മളെ എടുത്താ പൊങ്ങാത്ത പാഠമാണെന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിൾ ആണ്. ഈ ഒരു വീഡിയോ നല്ല തറവായിട്ട് കണ്ടു പഠിക്കുക. വെറുതെ ക്വസ്റ്റ്യനും ആൻസറും മാത്രം പഠിച്ചാൽ പോരാ, അതിൽ ടീച്ചർ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.